IPL season rolls on, we've already had some exciting matches, thrilling performances, and a fair share of surprises. Welcome to an interesting episode of Wicket to Wicket. My name is Asiya. My name is Ashwin. 394 runs. Lucknow ground the second highest aggregate. Lucknow RR match aggregate 395 ആണ് the highest. ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ പിച്ചിൻ്റെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് LSCനെ ബാറ്റിങ്ങിന് അയച്ചു. LSC ആണെങ്കിലോ 20 ഓവർ 203 റൺസ്, അതും 8 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തു. എന്നാൽ രണ്ടാമത് ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ അവർക്ക് 20 ഓവറിൽ 191 റൺസ് അടിക്കാൻ പറ്റുള്ളൂ. 12 റൺസിൻ്റെ തോൽവി, 5 വിക്കറ്റ് നഷ്ടത്തിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്നിങ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റ് ചെയ്ത LSD നന്നായിട്ട് സ്കോർ ചെയ്തു. പിച്ച് കുറച്ച് ട്രിക്കി ആയിരുന്നെങ്കിലും സ്മാർട്ട് ബാറ്റിംഗ് കാരണം അവർക്ക് 203 എന്ന സ്കോറിലേക്ക് എത്താൻ പറ്റി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബോൾട്ടിൻ്റെ ഫസ്റ്റ് ഓവറിൽ മിച്ചൽ മാർഷിൻ്റെ ബാറ്റിൽ തട്ടി വിക്കറ്റ് കീപ്പറിന് ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ മുംബൈ അത് റിവ്യൂ ചെയ്തില്ല. അവിടെ പഴിച്ചു മുംബൈക്ക്. പിന്നെ പവർ പ്ലേയിൽ മൊത്തം അടിയായിരുന്നു മിച്ചൽ മാർഷ്. 6 റൺസാണ് മിച്ചൽ മാർഷ് നേടിയത്. അവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് 76 റൺസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 3 വിക്കറ്റ് വളരെ ട്രിക്കി ആയിരുന്നു. മാർഷ്, പുവരൻ, പന്ത്. ബട്ട് സ്റ്റിൽ മിഡിൽ ഓർഡറിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാക്രാം ബഡോണിയുടെ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നിങ്സ് എൻഡ് ചെയ്യാനായിട്ട് മില്ലറും ഉണ്ടായിരുന്നു. പിച്ചിൻ്റെ കണ്ടീഷൻസ് നന്നായിട്ട് ഉപയോഗിക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചു. തൻ്റെ IPL കരിയറിലെ മികച്ച ബോളിംഗ് ഫിഗർ. 4 ഓവറിൽ 5 വിക്കറ്റ് 36 റൺസ്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ പെരിന്തൽമണ്ണക്കാരൻ വിഘ്നേഷ് പുത്തൂറിൻ്റെ കാര്യം. വിഘ്നേഷ് പുത്തൂർ ഡേഞ്ചറസ് ബാറ്റ്സ്മാനായ മിച്ചൽ മാർഷിൻ്റെ വിക്കറ്റാണ് എടുത്തത്, അതും കോൾട്ടൺ ബോൾട്ട്. പക്ഷേ ഓവറോൾ നമ്മൾ LSDയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാഡ് എ ഗ്രേറ്റ് സ്കോർ ഓൺ ബോർഡ് അല്ലേ. നമുക്കിനി സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരാം, അതായത് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ്. 203 എന്ന റണ്ണ് ചേസ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. 12 റൺസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർ കളി ജയിച്ചേനെ. മുംബൈയുടെ ബാറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 46 പന്തിൽ 67 റൺസ് നേടിയ സൂര്യകുമാർ യാദവാണ് ടോപ്പ് സ്കോർ. അതിൽ 9 ബൗണ്ടറിയും 1 സിക്സുമാണ്. അതുപോലെ തന്നെ നമ്പർ 3 പൊസിഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്ന നമൻതീറും അടിച്ച് നല്ലൊരു കളി. 24 പന്തുകളിൽ 46 റൺസ്, അതിൽ 4 ബൗണ്ടറിയും 3 മാക്സിമമാണ്. പക്ഷേ തിലക് വർമ്മയ്ക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് സൂര്യയുടെ പ്രഷർ കൂട്ടി ആൻഡ് ഹി ലോസ്റ്റ് എ വിക്കറ്റ് ഇൻ ദാറ്റ്. അതേസമയം ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ഓഫ് ട്രൈ ചെയ്ത് 16 ബോളിൽ 25 റൺസ് എടുത്തു, ഇൻക്ലൂഡിംഗ് 2 ബൗണ്ടറീസ് ആൻഡ് എ മാക്സിമം. ക്രിക്കറ്റ് ലോകം ഒരേ സ്വരത്തിൽ ഇപ്പോൾ പറയുന്നത് മുംബൈക്ക് പഴിച്ചത് സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ തിലക് വർമ്മനെ റിട്ടയർഡായി തിരികെ വിളിക്കുകയും മിച്ചൽ സാന്ററിനെ ഇറക്കുകയും ചെയ്തതാണ്. എന്നാൽ ലാസ്റ്റ് ഓവറിൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ നോക്ക് കളിച്ച് 2 ബോളുകളിൽ സിംഗിൾ എടുക്കാൻ ചാൻസ് ഉണ്ടായിട്ടും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, LSDയുടെ ലാസ്റ്റ് 2 ഓവർ ബൗളിങ്ങും അടിപൊളിയായിരുന്നു. താക്കൂറുടെയും ആവേശ് ഖാൻ്റെയും. ഇതും അവരെ കളി ജയിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പറഞ്ഞിട്ടാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ദിഗ്വേഷ്. പയ്യൻ്റെ സെലിബ്രേഷൻ കുറച്ച് സീനാണെങ്കിലും 5.2 എക്കണോമി റേറ്റിൽ 4 ഓവറിൽ 21 റൺസ് കഴിഞ്ഞ് 1 വിക്കറ്റ്. മുംബൈ ഇന്ത്യൻസിൻ്റെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ നന്നായിട്ട് അവൻ വെള്ളം കുടിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് മാച്ചിന് ശേഷം LSDയുടെ കോച്ച് ജസ്റ്റിൻ ലാംഗർ ക്യൂറേറ്റർ ഓഫ് ദ പിച്ചിന് പോയി ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ മാച്ചിൽ പിച്ച് പ്ലേഡ് എ ഹ്യൂജ് റോൾ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, മീം റിവ്യൂ. യേയ് മീം. ഫസ്റ്റ് വൺ, ഹാർദിക് അടിച്ച് ജയിപ്പിക്കാനാ തന്നെ കൊണ്ടുവന്നത്. ആയിക്കോട്ടെ, പക്ഷേ സ്ട്രൈക്ക് അത് ഞാൻ തരില്ല. പിന്നെന്തിനാ സാർ എന്നെ കൊണ്ടുവന്നത്? ഇതാണ് സാന്ററിൻ്റെ അവസ്ഥ അവിടെ. നെക്സ്റ്റ് വൺ, LSD റീപ്ലേസ് രാഹുൽ വിത്ത് പന്ത്. റിമോട്ട് മേടിക്കാൻ വേണ്ടി TV വിറ്റാ എൻ്റെ അവസ്ഥ. റൈറ്റ്. നെക്സ്റ്റ് വൺ, ഗോയിങ്ക. വാട്ട് ഹാപ്പൻ ടു തിലക്? He retired out after struggling to score. So is that an option? Pant, why are you looking at me? ഇതായിരിക്കും തൻ്റെ അവസ്ഥ. മര്യാദയ്ക്ക് കളിക്കാൻ നോക്ക്, 27 കോടിയാ. Okay, moving on. Next one. ഇത് രോഹിത് ഫാൻസിന് വേണ്ടിയുള്ളതാണ്. ആ വയസ്സും ധോണിയൊക്കെ എന്തിനാ വെറുതെ താങ്ങി നടക്കുന്നത്? ടീമിന് തന്നെ ഭാരം. നീ ആ ടീം സ്കോഡ് ഒന്ന് നോക്കി നോക്കി. രോഹിത് ശർമ്മ misses out due to injury. ടീം ഇത് പുറത്താക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു റീസൺ പറഞ്ഞതേ ഉള്ളൂ. Last one of the segment. ഇതെൻ്റെ ഒരു ഫേവറേറ്റാണ്. 12 കൊട്ടാണെങ്കിലും നല്ല രസമുണ്ട്. ഇത് തന്നെയല്ലേ ഇവൻ കഴിഞ്ഞ കളിയിലും കാണിച്ചത്. ഒന്ന് പോടോ. അത് 5 ബോളിൽ 2 റൺസ്, ഇത് 6 ബോളിൽ 2 റൺസ്. ബോൾ ശ്രദ്ധിക്കണം, ബോൾ. ഇങ്ങനെ മുദ്ര ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോ കണ്ടവൻ കപ്പും കൊണ്ട് പോകും. നമുക്കിനി കുറച്ച് അവാർഡ്സ് കൊടുക്കാം. കൊടുത്തു പറഞ്ഞേക്കാം. ഫസ്റ്റ് വൺ, ആയ ദ ഹീറോ, ഗയ സീറോ. പുലിയായിട്ട് വന്നു എലിയായിട്ട് പോയി എന്നുള്ളതാണ് അവാർഡ്. പക്ഷേ അത് കിട്ടുന്ന ആൾക്ക് ഒരു അവാർഡും കൂടി ഉണ്ട്. ഏതവാർഡ് അറിയോ? T20 ടെസ്റ്റ് പ്ലെയർ. ഇത് രണ്ടും കിട്ടിയേക്കുന്നു. ആർക്കാവും? ഋഷഭ് പന്ത് 6 ബോളിൽ 2 റൺസ്.
ഓഹ് ദരിദ്രം. അടുത്ത അവാർഡ് സബ് കുച്ച് കദം അവാർഡ്. അശ്വിനി കുമാർ 3 ഓവറിൽ 39 റൺസും 1 വിക്കറ്റ്. മാർഷ് എന്നെ അടിയാ പാവത്തിന് അടിച്ചെന്നറിയോ? സെക്കൻഡ് ഓവർ ആയിരുന്നു പാവത്തിൻ്റെ. സത്യം. അടുത്ത അവാർഡ് സബ്സേസ് യാദവ് ഓവർ ആക്ട്. ആർക്കായിരിക്കും? ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും നിന്ന സമയത്ത് നന്നായിട്ട് ഓവർ ആക്ട് ചെയ്തവരായിരിക്കും ഈ ഗ്രൗണ്ടിൽ. ഒരാളാവാനേ ചാൻസ് ഉള്ളൂ, പാണ്ഡ്യ. പക്ഷെ നമുക്ക് 2 പേർക്ക് കൊടുക്കുന്നു. ഐ സി. ഹാർദിക് പാണ്ഡ്യ, ദിഗ്വേഷ് സിംഗ്. ദിഗ്സിങ്ങിൻ്റെ സെലിബ്രേഷൻ ഇപ്പോൾ കുറച്ച് വിഷയമായിട്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ലാസ്റ്റ് ഓവറിലെ കോപ്പറേത്തരം കണ്ട് എല്ലാവരും ഇനി പറയാനൊന്നുമില്ല. അടുത്ത അൾട്രാ ലെജൻഡ് ഡക്ക് അവാർഡ്. വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല, ആകാശ് ദീപിന്. അതെ. നെക്സ്റ്റ് വൺ കിസ്മത് ക കേലവ. ലക്ക് ബൈ ചാൻസിൽ രക്ഷപ്പെട്ട മനുഷ്യൻ മിച്ചൽ മാർഷ്. ബോൾട്ടിൻ്റെ ഫസ്റ്റ് ഓവറിൽ നിന്ന് നിക്ക് ചെയ്ത് കീപ്പർ ക്യാച്ച് ആയിരുന്നു. പക്ഷേ മുംബൈ റിവ്യൂ ചെയ്തില്ല. പുള്ളി പിന്നെ മുംബൈയിൽ നിലം പറ്റി. ഫൈനൽ അവാർഡ് ആർക്കായിരിക്കും? ഖത്തറോം കി കില്ലാടി. കില്ലാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും അല്ല, സത്യം ഹാർദിക് പാണ്ഡ്യ. ഹി മെയ്ഡ് ദ ഗെയിം ഇമ്പോസിബിൾ. തിലക് വർമ്മൻ റിട്ടയർഡ് ആയിട്ട് ഇറക്കിയിട്ട് സാധാരണ കൊണ്ടുപോയി അത് തന്നെ സ്ട്രൈക്ക് കൊടുക്കാതെ പുള്ളി കളിച്ച കളി. അതെ. എന്ത് കഷ്ടമല്ലേ? അതെ. ഇന്നത്തേക്ക് ഇത്ര അവാർഡേ ഉള്ളൂ. MIക്ക് വേണമെന്ന് വിചാരിച്ച ഈ കളി ജയിക്കാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ പറയലില്ലേ നെക്സ്റ്റ് ടൈം. Maybe. Until we meet next time. Bye. Bye.